ഡിറ്റർമിനൻറ്റിലെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻ്റ് എയുടെ ഡിറ്റർമിനൻറ്റ് കാണണമെങ്കിൽ നിങ്ങൾ എയുടെ ഡിറ്റർമിനൻറ്റ് കണ്ടെത്തിയാൽ മാത്രം മതി. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജോയിൻ്റെയുടെ ഡിറ്റർമിനൻറ്റും കാണാം. ഇതാ ഇക്വേഷൻ. ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് റൈസ് ടു n-1. അപ്പോൾ n എന്താ? n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ആണ് ആക്ച്വലി n. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്ക്, എ ഇസ് എ 2/2 മെട്രിക്സ്. അപ്പോൾ എന്താ n വരിക? എ ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ ഇവിടുത്തെ കേസിൽ n വരിക 2 ആ. കാരണം ആ മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആ. അപ്പോൾ n നമ്മൾ എഴുതുക 2 ആയിട്ടാണ്. 2 വെറും 2 മതി, സ്ക്വയർ മെട്രിക്സ് അല്ലേ. ഇനി അങ്ങനെയാണ് ഇവിടെ ഡിറ്റർമിനൻറ്റ് എ 5 ആണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻ്റ് ആണ് നിങ്ങളോട് ചോദിച്ചത്. സിമ്പിൾ. ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് റൈസ് ടു n-1. n എന്താ? 2 ആണ്. അപ്പോൾ 2 - 1 2 - 1 ആണ്. അപ്പോൾ 2 - 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ ഡിറ്റർമിനൻറ്റ് റൈസ് ടു 1 ഡിറ്റർമിനൻറ്റയുടെ വാല്യൂ എന്താ? 5 അല്ലേ. അപ്പോൾ അതാ 5. അപ്പോൾ 5 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഗോട്ട് ഇറ്റ്. ഇനി അടുത്ത് നോക്കും. ഇതൊരു ഡിറ്റർമിനൻ്റ് ആണ്. അതിൻ്റെ ഈക്വൽ ആയുള്ള വാല്യൂ ആണ് 50 എങ്കിൽ ആ എക്സിൻ്റെ വാല്യൂ എന്ത്? അത് ഈസി ആയിട്ട് കണ്ടെത്താം. നമ്മളെങ്ങനെ 2/2ൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടെത്തുക? ക്രോസിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. x × x x² മൈനസ് 1 × 1 1 അല്ലേ. അപ്പോൾ x² - 1 ആണ് ആക്ച്വലി 15. അങ്ങനെയാണ് x²ൻ്റെ വാല്യൂ എന്താ? ഈ -1 അങ്ങോട്ട് പോയാൽ 15 + 1, അതായത് x² = 16 എന്ന് വരും. x² 16 ആണെങ്കിൽ x√16 ആണ്. x√16 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ +or -4. സിമ്പിൾ ചോദ്യം അല്ലേ.